നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ മലയാളികൾ ഉൾപ്പെട്ട കപ്പലിന് മോചനമായി. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. SSLC പരീക്ഷയിൽ എല്ലാവരെയും വിജയിപ്പിക്കാൻ വിദ്യാലയങ്ങളിൽ നടത്തിയിരുന്ന നിശ പഠന ക്ലാസുകൾ സമാപിച്ചു. വാർത്തകൾ വിശദമായി. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ മലയാളികൾ ഉൾപ്പെട്ട കപ്പലിന് മോചനമായി. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ MT റോയൽ ഗ്രേസ് എന്ന കപ്പലിലെ മലയാളികളെ മോചിപ്പിച്ചതായി ഫോൺ സന്ദേശം ലഭിച്ചു. മലയാളികളടക്കം 22 പേര് ജോലിക്കുണ്ടായിരുന്ന MT റോയൽ ഗ്രേസ് എന്ന കപ്പൽ 2012 മാർച്ച് 2 നൈജീരിയയിലേക്കുള്ള യാത്രാമധ്യേ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചുകയായിരുന്നു. മലയാളികളായ ഇരിങ്ങാലക്കുട മാപ്രാണം സ്വദേശി എരങ്ങത്ത് പറമ്പിൽ ഡേവിഡിന്റെ മകൻ ഡിബിൻ ഡേവിസ്, കരുവന്നൂർ സ്വദേശി തേലപ്പിള്ളി വിൻസെന്റിന്റെ മകൻ സ്റ്റാൻലി വിൻസെന്റ്, തിരുവനന്തപുരം സ്വദേശി അർജുൻ, കൊല്ലം സ്വദേശി മനീഷ്, ഒറ്റപ്പാലം സ്വദേശി മിഥുൻ എന്നിവരാണ് കപ്പലിൽ ഉണ്ടായിരുന്ന മലയാളികൾ. ഇന്നുച്ചയോടെ കൊല്ലം സ്വദേശി മനുവിന്റെ പിതാവാണ് മോചന വിവരം ഡിബിന്റെ വീട്ടിൽ വിളിച്ചറിയിച്ചത്. ഇവരെ വിട്ടയക്കാൻ മോചനദ്രവ്യമായി $17 ലക്ഷം കൊള്ളക്കാർ ആവശ്യപ്പെട്ടത്. പ്രവാസികാര്യ വകുപ്പ് മുൻകൈയെടുത്ത് കപ്പലിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടാണ് മോചനദ്രവ്യം നൽകിയത്. ഇവരെ ഇപ്പോൾ ഒമാനിലേക്ക് കൊണ്ടുവരുന്നതായാണ് വിവരം. കേരള സർക്കാരിന്റെ സംഘം ഇവരെ സ്വീകരിക്കാൻ ഒമാനിലേക്ക് തിരിച്ചിട്ടുണ്ട്. ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനം ആവശ്യപ്പെട്ട് വീട്ടുകാരും ഇരിങ്ങാലക്കുട രൂപതയും നഗരസഭാ കൗൺസിലും ഇടവകകളും പ്രക്ഷോഭം നടത്തിയിരുന്നു. ഇവരുടെ കുടുംബത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഡിബിന്റെയും സ്റ്റാൻലിയുടെയും വീടുകൾ സന്ദർശിച്ചിരുന്നു. മക്കളുടെ മോചനത്തിനായി ഇവരുടെ മാതാപിതാക്കൾ ഡൽഹിയിൽ സത്യാഗ്രഹവും ഇരുന്നിരുന്നു. മോചിപ്പിക്കപ്പെട്ട ഇരുവരും ബന്ധുക്കളെ വീട്ടിലേക്ക് വിളിച്ചതോടെ വീട്ടിൽ ആഹ്ലാദം അലതല്ലി. അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി തമ്പുരാനോ ആയിരം നന്ദി പറയണ്. ഇനി അവര് വന്നിട്ടാണ് ഇനിയത്തെ ഇതുകൾ ഇനി എന്താ പറയാന്നറിയില്ല. ഇനി 1:30 ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഞങ്ങൾ റിലീസായി, അമ്മ കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു നന്നായി പ്രാർത്ഥിക്കുക, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അവർ നന്നായി വിളിച്ച് സന്തോഷത്തോടെ വിട്ടിട്ട് തന്നെ അവരും വിളിച്ചിട്ട് അവർക്കും എന്താ പറയാന്നറിയില്ല. അങ്ങനത്തെ ഒരു ഇതിൽ തന്നെയാണ്. ഈ 12:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. 12:30 ഞങ്ങൾ അറിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ ചാനലിൽ വന്നു. അത് കഴിഞ്ഞ് 1:30 മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഇനി 2 ദിവസത്തിനുള്ളിൽ വരുന്നുള്ള പ്രതീക്ഷയിൽ സന്തോഷം. ദൈവത്തിന് 1000 നന്ദി പറയാൻ. കുരിശുമുത്തപ്പൻ്റെ ദിവസമാണ് ഇന്ന്. നമ്മുടെ പള്ളിയിൽ നമ്മുടെ കുരിശുമുത്തപ്പൻ്റെ ദിവസമാണ് ഇന്ന് നൊവേനയും ഇതൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടി പ്രത്യേക മുത്തപ്പനോട് 1000 നന്ദി പറയും. ഇന്നത്തെ ദിവസം ഇന്ന് ഈ ദിവസം തന്നെ ആയതിനും നന്ദി. തോമസ് ഉണ്ണിയാടൻ MLAയും ഇരു വീടുകളും സന്ദർശിച്ചിരുന്നു. നിരന്തരമായ നമ്മുടെ ഒരു പരിശ്രമമാണ് ഇത്തരത്തിൽ നമുക്കൊരു വിജയകരമായ നിലയിൽ എത്തിക്കാനായിട്ട് കഴിഞ്ഞത്. വലിയ പ്രതിസന്ധികൾ ഇതിൽ നേടേണ്ടി വന്നു. നമുക്കറിയാം, റോയൽ ഗ്രേസ് എന്ന ഒരു കപ്പൽ തട്ടിയെടുക്കുന്നതിന് മുമ്പ് നൈജീരിയക്കാരായിട്ടുള്ള ഈ സൊമാലിയക്കാർ മറ്റൊരു കപ്പൽ തട്ടിയെടുത്തു. അവരേതാണ്ട് 3 വർഷത്തിന് ശേഷമാണ് ആ കപ്പലിൽപ്പെട്ടവരെ മോചിപ്പിക്കുന്നത്. എന്നാൽ റോയൽ ഗ്രേസ് എന്ന കപ്പലിൽ കുടുങ്ങിപ്പോയിട്ടുള്ള 5 മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള നടപടിയാണ് എല്ലാവരും സ്വീകരിച്ചത്. ഞാൻ തന്നെ നിയമസഭയിൽ 3 പ്രാവശ്യം ഇതിനു വേണ്ടി സബ്മിഷൻ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇത് ഗൗരവമായി എടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഈ കാര്യം ബന്ധപ്പെട്ട് 3 തവണ ഡൽഹിയിൽ പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണുകയും കാര്യങ്ങൾ ഗൗരവമായി ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തു. പ്രധാനമന്ത്രി തന്നെ അവസാനം നേരിട്ടാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത്. ഒടുവിൽ ഇന്ത്യ ഗവൺമെൻറ് നൈജീരിയ ഗവൺമെൻറ്റുമായി സംസാരിക്കുകയും ആ നിലയിൽ ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുകയും ചെയ്ത അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുട്ടികളെ അയക്കുന്നത്. എന്തായാലും നാളെ, ഞാൻ പ്രതീക്ഷിക്കുന്ന നാളെ തന്നെ, പക്ഷേ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവരിവിടെ എത്തും. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയിലെ ഒരു വാർഡിൽ ഒരു വിള പദ്ധതിയുടെ 2ാം വാർഡ് തല ഉദ്ഘാടനം പയർവിത്ത് നട്ടുകൊണ്ട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജു ഹരിദാസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ MV വിമൽകുമാർ, അംഗങ്ങളായ TK പ്രസാദ്, PM സിദ്ദിഖ്, VD സന്ദീപ്, PSP നസീർ, CS മണികണ്ഠൻ, KK സലീം, PB മനോജ്, രാമകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു.
ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് മതിലകം BRCയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ നടത്തി. ജനപ്രതിനിധികളെയും മാതൃസംഗമം പ്രസിഡന്റുമാരെയും ഹെൽപ്പ് ഡെസ്ക് കൺവീനർമാരെയും ഉൾപ്പെടുത്തിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാർ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. കുറ്റം ചെയ്തയാളെ ശിക്ഷിക്കുന്ന നടപടി എടുക്കാത്ത ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടി സ്വീകരിക്കാനും ആ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള നടപടികളുമായിട്ടാണ് നമ്മുടെ കേരള സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് തൊഴിൽശാലകളിൽ നമ്മളെ സംരക്ഷിക്കാൻ ആരുമില്ല. വാഹനങ്ങളിൽ, വഴിയോരങ്ങളിൽ, നമ്മുടെ വീട്ടിനുള്ളിൽ പോലും നമ്മളെ സംരക്ഷിക്കാൻ ആരുമില്ല. ഞാൻ ബ്ലോക്കില് അഡ്വക്കേറ്റ് നൂർജഹാൻ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അവർ പറയണ ഞാൻ കേട്ടതാണ്, സ്വന്തം സഹോദരിയെ സഹോദരനും മകളെ അച്ഛനും അല്ലെ ആ രീതിയിൽ പീഡിപ്പിക്കുന്ന ഒരു വലിയൊരു കഥകളൊക്കെ തന്നെ നൂർജഹാൻ അവിടെ വിവരിക്കുന്നത് കേട്ടു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൃന്ദ പ്രേംദാസ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുള അരുണൻ, ഹഫ്സ ഒഫൂർ, മതിലകം BPO TS സജീവൻ, വിനീത മോഹൻദാസ്, PR ഷീബ, ജിനി ജോസ് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് OS നഫീസ, ബൽക്കിസ് ബാനു, നഫീസത്ത് BV എന്നിവർ ക്ലാസ് എടുത്തു. കോരിക്കുഴി AMUP സ്കൂളിൽ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് UP ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള പീഡനങ്ങളും അവ നേരിടുന്നതിനുള്ള നടപടിയെക്കുറിച്ചും അഡ്വക്കേറ്റ് ബിന്നി ക്ലാസ് എടുത്തു. PC വർഗീസ് മാസ്റ്റർ, KS മിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ SRV UP സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മതിലകം പോലീസ് CPO ബിന്ദു ക്ലാസ് എടുത്തു. ഞാനിത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് ചെയ്താൽ ഈ പ്രവൃത്തി തെറ്റായിത്തീരും, അതിന്റെ പിന്നിൽ കേസുണ്ടാവും, അപ്പോൾ പോലീസ് അന്വേഷിച്ചു വരും, ഇത് പ്രശ്നങ്ങളുണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് നിങ്ങൾ പേടിക്കണം. ഇപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ ടീച്ചർ പറഞ്ഞു, ഇന്ന് നമ്മളിവിടെ കൂടിയത് എന്തിനാണ്? ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ഈ അന്താരാഷ്ട്ര വനിതാ ദിനം തുടങ്ങാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ലഹർ മുറ്റിച്ചൂർ, സുമന ടീച്ചർ, മാസ്റ്റർ അരുൺ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം SN സ്മാരക UP സ്കൂളിൽ ലോക വനിതാ ദിനം ആചരിച്ചു. ജില്ലാ ശിശുക്ഷേമ സമിതി അംഗം അഡ്വക്കേറ്റ് OF നഫീസ ഉദ്ഘാടനം ചെയ്തു. മരണത്തോട് മല്ലടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഹോസ്പിറ്റലിലാണ് അല്ലേ? വായിച്ചില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയത്? സങ്കടം തോന്നി. അതിനെതിരെ പ്രതികരിക്കാൻ തോന്നിയില്ലേ? അത് ചെയ്ത ക്രൂരന്മാരായ ആളുകൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയില്ലേ? തോന്നി. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മൂല്യങ്ങളെ വളർത്തിക്കൊണ്ട് വരണം. നന്മയും തിന്മയും തമ്മിലുള്ള ആ വ്യത്യാസങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾക്ക് നന്മയും തിന്മയും ഒക്കെ കൈവരിക്കുന്നത്. ഹെഡ് മിസ്ട്രസ് MV ലത, അധ്യാപകരായ PA അനീഷ്, KC സീന, PV ഷീല, KN പ്രിയ എന്നിവർ സംസാരിച്ചു. എടമുട്ടം UP സ്കൂളിന്റെ 102ാമത് വാർഷികാഘോഷം വാർഡംഗം സൈന ദിലീപ് ഉദ്ഘാടനം ചെയ്തു. കൊട്ടുക്കൽ ബാബു അധ്യക്ഷനായി. AEO AB ജയപ്രകാശ്, BPO MR സുഭാഷിണി, വസന്തൻ എരണെഴുത്ത്, KU ഉമ, CK മേഖല ടീച്ചർ എന്നിവർ സംസാരിച്ചു.